ഹായ് ഹലോ മക്കളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ നമുക്ക് ഓണപരീക്ഷയൊക്കെ തുടങ്ങിയില്ലേ? നമുക്ക് കെമിസ്ട്രി ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിയാലോ? നമുക്ക് കെമിസ്ട്രി റിവിഷൻ ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾ ബുക്കൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിരുന്നോ? ഡൗട്ടുള്ള പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചോ. നമുക്ക് വേഗം ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുള്ളത്? ബേസിക് സയൻസിൽ കെമിസ്ട്രീൻ്റെ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് വേഗത്തിൽ ഒന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ അല്ലേ? നിങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, റെഡി, വാ. ദെൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥ സ്വഭാവം. ഓർമ്മയുണ്ടോ? എന്തായിരുന്നു മാറ്റർ? ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് അല്ലേ? അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എല്ലാത്തിനെയും നമ്മൾ എന്തിനായിരുന്നു വിളിച്ചേ? മാറ്റർ. മാറ്ററിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയായിരുന്നു? 3 ഫിസിക്കൽ സ്റ്റേറ്റ് അല്ലേ? ഭൗതിക അവസ്ഥകൾ പറഞ്ഞായിരുന്നു. അറിയുന്നവർ വേഗം പറ, ചാടിപ്പറ. ഏതാണ്? ലിക്വിഡ്, ഗ്യാസ്, സോളിഡ്. നമുക്കറിയാം, ടീച്ചർ അത് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാം അല്ലേ? ആണ് ലിക്വിഡ്, അല്ലെങ്കിൽ ലിക്വിഡിന് എന്താ പറയാ നമ്മള്? ദ്രാവകം, വാതകം, പിന്നെ എന്താണ്? ഖരം, ദ്രാവകം, വാതകം. 3 ഭൗതിക അവസ്ഥകളാണ് അല്ലേ? മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ. ദെൻ നോക്കിക്കേ, ഇത് നമ്മൾ എന്ത് പറഞ്ഞപ്പോഴാ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? ഇതെന്തായിരുന്നു സംഭവം? നമ്മള് മാറ്ററിന് മാസ് ഉണ്ടോ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ് ആണ്. ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഈ ബീക്കറിലേക്ക് നമ്മൾ കല്ല് കെട്ടി ഇറക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യൂ അല്ലേ? വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മളിവിടെ ഇറക്കിയ ഈ കല്ലിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പോൾ അതിന് അത്രയും ഇരിക്കേണ്ട അത്ര സ്പേസ്, വേണ്ടത്ര വാട്ടറിനെ അതെന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ മക്കളെ, ഈ എക്സ്പെരിമെന്റ് നോക്കിക്കേ. ഈ ബീക്കറിൽ ആദ്യം 30 ml വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ കല്ല് കെട്ടി ഇറക്കി കഴിഞ്ഞപ്പോൾ എത്ര ml ആയി? 40 ml ആയി അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? വോളിയം ഇൻക്രീസ് ചെയ്തു. 10 ml എന്ത് ചെയ്തു? വാട്ടർ ഇൻക്രീസ് ചെയ്തു. അതിനുള്ള കാരണം എന്താണ്? കല്ല് കെട്ടി ഇറക്കി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? കല്ലിന് ഇരിക്കാൻ വേണ്ടി എത്ര വെള്ളം? കല്ലെന്ത് ചെയ്തു? അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തു അല്ലേ? അതുകൊണ്ട് തന്നെ വാട്ടർ ലെവൽ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് വാട്ടർ ലെവൽ ഇൻക്രീസ് എന്താണ് ഇവിടെ വെള്ളത്തിന് സംഭവിച്ചതെന്ന് ചോദിക്കാം ക്വസ്റ്റ്യനില്. അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ ലെവല് ഇൻക്രീസ് ചെയ്തെന്ന് എഴുതാം. ദെൻ ഈ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ഓർമ്മയുണ്ടോ നമ്മള് ചെയ്തത്? രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ജലമുള്ള ഒരു ബീക്കറിലേക്ക് ഗ്ലാസ് ടംബ്ലർ ഇറക്കുന്നതായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയോ? ഇല്ല. അതിന് കാരണം എന്താണ്? ഗ്ലാസിന്റെ ഉള്ളില് ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 എക്സ്പെരിമെന്റ്സ് എന്തായാലും മക്കൾ പഠിച്ചിരിക്കണം കേട്ടോ. ചിലപ്പോൾ ഒരു എക്സ്പെരിമെന്റ് സെറ്റ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ നല്ല വൃത്തിക്ക് എഴുതണം കേട്ടോ. ദെൻ ഇതൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇതൊന്ന് നോക്കിക്കേ. നമ്മള് സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന് മാസ് ഉണ്ടോ അല്ലെങ്കിൽ വോളിയം ഉണ്ടോ, ഷേപ്പ് ഉണ്ടോ എന്നൊക്കെ പഠിച്ച ഒരു ടേബിൾ ആണ് അല്ലേ? നിർബന്ധമായിട്ടും ഈ ടേബിൾ അറിഞ്ഞിരിക്കണം. ഏതിനായിരുന്നു മാസ്, ഷേപ്പ്, വോളിയം ഒക്കെ ഉണ്ടായിരുന്നത്? ഏതിനായിരുന്നു? സോളിഡിനാണ്. സോളിഡ് സ്റ്റേറ്റിലാണ് ഇതെല്ലാം കൃത്യമായിട്ടുള്ളത് അല്ലേ? സോളിഡിന് എന്തുണ്ട്? മാസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, പിന്നെ അതെന്താണ്? പെർമനന്റ്, കൃത്യമായ ഒരു ഷേപ്പ് ഉള്ള ആളാരാണ്? സോളിഡ്. എല്ലാം തികഞ്ഞ ആളാരാണ്? സോളിഡ്. പക്ഷെ ലിക്വിഡിനോ? മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, കൃത്യമായ എന്തില്ല? ഷേപ്പ് ഇല്ല അല്ലെ? മറക്കരുത്, വേഗം പഠിക്കണം കേട്ടോ. ചിലപ്പോൾ ഈ ടേബിൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മിസ്സാക്കിയിട്ടായിരിക്കും തരിക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആണെങ്കിൽ എൻ്റെ മക്കൾ തെറ്റിക്കാതെ കറക്റ്റ് 2 മാർക്കൊന്നും വെറുതെ കൊണ്ടേ കളയരുത് കേട്ടോ. കറക്റ്റ് പഠിക്കണം. ദെൻ ഗ്യാസിന്റെ കാര്യത്തിലോ? ഗ്യാസിന് മാസ് ഉണ്ട്, പക്ഷെ ഡെഫിനിറ്റ് വോളിയം ഇല്ല. അതുപോലെ തന്നെ എന്തില്ല? ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. തെറ്റിപ്പോവരുത് കേട്ടോ. ആർക്കാണ് മാസ് മാത്രമേ ഉള്ളൂ, ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയം ഇല്ലാത്ത ആളാരാണ്? ഗ്യാസ് അല്ലേ? മറക്കരുത്. ദെൻ ഇത് അടുത്ത് നോക്കിക്കേ. അടുത്ത് നമ്മൾ പഠിച്ചായിരുന്നു ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ അല്ലേ? പദാർത്ഥങ്ങളിലെ സൂക്ഷ്മകണികകൾ. എന്തായിരുന്നു എന്ന് പറഞ്ഞേ? സൂക്ഷ്മകണികൾ കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സൂക്ഷ്മകണികൾ നമുക്ക് കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ വേണ്ടി പറ്റില്ല. എല്ലാ മാറ്ററും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും എന്താണ്? സൂക്ഷ്മകണികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, അതുകൊണ്ടാണ് നമുക്ക് സ്മെല്ല്, ചില പഴങ്ങളുടെ, ഫ്രൂട്ട്സ് ഒക്കെ പഴുക്കുമ്പോൾ ഉള്ള സ്മെല്ല് വരുന്നത്. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഒക്കെ, നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ചു കഴിയുമ്പോൾ സ്മെല്ല് വരൂലേ? സ്മെല്ല് വരുന്നതിൻ്റെ ഒക്കെ കാരണം എന്താണ്? ഈ ടൈനി പാർട്ടിക്കിൾസ്, നമുക്ക് കാണാൻ പറ്റാത്ത കുഞ്ഞു കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ. ദെൻ നമ്മൾ പഠിച്ചായിരുന്നു അറേഞ്ച്മെന്റ്സ്. എങ്ങനെയാണ് 3 സ്റ്റേറ്റിലും ടൈനി പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരുന്നതെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ? സോളിഡ്സിൽ എങ്ങനെയായിരുന്നു?
സോളിഡ്സിൽ എങ്ങനെയായിരുന്നു ടൈനി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സൂക്ഷ്മകണികകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അങ്ങനെ അടുത്തടുത്തായിരുന്നു അല്ലെ. ഇവര് ഒരാളെ വിട്ടുപോവാൻ തീരെ മനസ്സില്ലാത്ത ആൾക്കാരാണ് സോളിഡ് സ്റ്റേറ്റിലുള്ള സൂക്ഷ്മകണികകൾ അല്ലെങ്കിൽ ടൈനി പാർട്ടിക്കിൾസ് അല്ലെ. അടുത്തടുത്ത് ഇവര് തമ്മിലുള്ള അട്രാക്ഷൻ ഏറ്റവും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, എനർജി കുറവായിരിക്കും. ഇവർക്ക് എന്തുണ്ട്, മൂവ്മെന്റ് ഉണ്ടോ? മൂവ്മെന്റ് കുറവായിരിക്കും. സോളിഡ് സ്റ്റേറ്റില് സൂക്ഷ്മകണികകൾക്ക് ടൈനി പാർട്ടിക്കിൾസിൽ എന്താണ്, മൂവ്മെന്റ് കുറവായിരിക്കും. പക്ഷെ അവർ തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും, എനർജിയും കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ ലിക്വിഡ് സ്റ്റേറ്റിൽ എങ്ങനെയായിരുന്നു മക്കളെ? ലിക്വിഡ് സ്റ്റേറ്റിൽ സോളിഡ് സ്റ്റേറ്റിനെ പോലെയല്ല, കുറച്ച് അകലെയായിരുന്നു അല്ലെ. കുറച്ച് അകലെയായിരുന്നു. ചെറിയ മൂവ്മെന്റ് ഉണ്ട് അല്ലെ. ചെറിയ മൂവ്മെന്റ് പോസിബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്, അട്രാക്ഷൻ സോളിഡ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഇവരിൽ എന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ അട്രാക്ഷൻ കുറവാണ് അല്ലെ. ഇതാ ഇത്ര ഗ്യാപ്പിലാണ്, കുറച്ച് അകലെയാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. എനർജിയോ സോളിഡ് സ്റ്റേറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് എനർജി കൂടുതൽ അല്ലേ. മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ, കുറച്ചും കൂടെ പോസിബിൾ ആവുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ. അങ്ങനെയാണെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാലോ? ഗേഷ്യസ് സ്റ്റേറ്റിൽ സൂക്ഷ്മകണികൾ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത് അല്ലേ. വളരെ അകലത്തിലല്ലേ, വളരെ അകലത്തിലായിരുന്നു. അവർ തമ്മിൽ അട്രാക്ഷൻ ഇല്ല. പക്ഷെ എന്താണ്, ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഏത് അവസ്ഥയിലായിരുന്നു? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഏത് അവസ്ഥയിലാണ്? എനർജി കൂടുതലുള്ളത് ഏത് സ്റ്റേറ്റിലാണ് മക്കളെ? വേഗം പറ. ഗേഷ്യസ് സ്റ്റേറ്റിൽ അല്ലേ. എനർജി ഏറ്റവും കൂടുതലുള്ളത് ഗേഷ്യസ് സ്റ്റേറ്റിൽ. പിന്നെ നമ്മൾ പഠിച്ചു ഈ സ്റ്റേറ്റുകൾ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സോളിഡിനെ ലിക്വിഡ് ആയിട്ടും ലിക്വിഡിനെ ഗ്യാസ് ആക്കിയിട്ടും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂലേ? അങ്ങനെ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ പദാർത്ഥത്തിന്റെയും സൂക്ഷ്മകണികൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഒരു ടേബിള് തന്നത് ഓർമ്മയുണ്ടോ? അട്രാക്ഷൻ കൂടുന്നു, മൂവ്മെന്റ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ടേബിള് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും, സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ആകുമ്പോൾ അട്രാക്ഷൻ എന്ത് സംഭവിക്കും, സൂക്ഷ്മകണികകളുടെ ആകർഷണത്തിന് എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിക്കാം അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക? സോളിഡിൽ നിന്നും ലിക്വിഡിലേക്ക് ആകുമ്പോൾ സൂക്ഷ്മകണികൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്താ സംഭവിക്കുക? ടൈനി പാർട്ടിക്കിൾസിന്റെ അട്രാക്ഷൻ കുറയൂലേ. അവര് കുറച്ചും കൂടെ അകലത്തിലാകും. മറക്കുവോ? തെറ്റിക്കരുത് കേട്ടോ. ദെൻ ഇനി നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു സോളിഡിനെ ലിക്വിഡിലേക്ക് മാറുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ലിക്വേഷൻ അല്ലെങ്കിൽ ദ്രവീകരണം എന്ന് പറയും അല്ലേ. ദ്രവീകരണം അല്ലെങ്കിൽ ലിക്വേഷൻ. പിന്നെ സോളിഡിന് ഗ്യാസ് ആകുന്നതിനോ വാപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയും. ബാഷ്പീകരണം. പിന്നെ ഗ്യാസ് ലിക്വിഡ് ആകുന്നതിനെയോ കണ്ടൻസേഷൻ. ഗ്യാസിനെ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? കൂൾ ചെയ്തിട്ടാണ്. കണ്ടൻസേഷൻ എന്നാണ് ആ പ്രോസസ്സിനെ പറയുന്നത്. സാന്ദ്രീകരണം എന്ന് മലയാളത്തിൽ പറയൂലേ. മലയാളത്തിൽ ഓർക്കണം, തെറ്റിക്കരുത് കേട്ടോ. ഗ്യാസ് ടു സോളിഡ് ആകുന്നതിനെ സോളിഡിഫിക്കേഷൻ, ലിക്വിഡ് ടു സോളിഡ് ആകുന്നതോ സോളിഡിഫിക്കേഷൻ അല്ലേ. പിന്നെ സോളിഡ് ഗ്യാസ് ആവുന്നതിന് എന്താ പറയാ? സോളിഡ് ഡയറക്ട്ലി ഗ്യാസിലേക്ക് മാറുന്നതിന് എന്താ പറയാ? സബ്ലിമേഷൻ അല്ലെ, ഉത്പതനം എന്ന് പറയും. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടില്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. സോളിഡ് ടു ഗ്യാസ്, സോളിഡ് ഗ്യാസ് ആകുന്നതിന് എന്തെന്നാ പറയാ? സബ്ലിമേഷൻ. ഇതെല്ലാ ക്വസ്റ്റ്യനിലും, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോളിഡ് ടു ഗ്യാസ് എന്ന് തരും, സോളിഡ് ടു ഗ്യാസ് എന്ന് തരും. എന്നിട്ട് നമ്മൾ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം അല്ലേ. എന്ത് എഴുതി വെച്ചാൽ മതി? സബ്ലിമേഷൻ, ഉത്പതനം എന്ന് എഴുതിയാൽ മതി. സോളിഡ് ഖരത്തിൽ നിന്ന് നേരിട്ട് വാതകമാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് പറയുന്നത്. തെറ്റിക്കരുത്. സബ്ലിമേഷൻ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് എഴുതണം കേട്ടോ. ദെൻ അതേപോലെ തന്നെ സബ്ലിമേഷൻ എക്സാമ്പിൾ ഏതൊക്കെയാ? അയഡിൻ, നാഫ്തലിൻ, ഡ്രൈ ഐസ്, ക്യാംഫർ. ടീച്ചർ പറഞ്ഞ ഓർമ്മയില്ലേ? അതും തെറ്റിക്കരുത് കേട്ടോ. 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. സബ്ലിമേഷൻ എന്താ? ഖരം നേരിട്ട് വാതകമാകുന്നതിനെയാണ് നമ്മൾ ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തു കഴിയുമ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന പദാർത്ഥം, സോളിഡ് സ്റ്റേറ്റിലുള്ള പദാർത്ഥം ഡയറക്ട്ലി എന്താകും? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും അല്ലേ. ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് പറയുന്നത്. തെറ്റിക്കരുത്. നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. ഓരോ മാർക്കിന് ചോദിച്ചാലും കളയരുത്. അടുത്തത് സോളിഡ് ഓരോ
പദാർത്ഥങ്ങളും, അതായത് സോളിഡിൽ നിന്നും ലിക്വിഡിലേക്കാകുമ്പോൾ, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്കാകുമ്പോൾ, ഗ്യാസിൽ നിന്നും ലിക്വിഡിലേക്കാകുമ്പോൾ, സോളിഡ് ടു ഗ്യാസിലേക്കാകുമ്പോൾ ഈ നമ്മുടെ പാർട്ടിക്കിൾസിന് അല്ലെ, ടൈനി പാർട്ടിക്കിൾസിന് വരുന്ന മാറ്റങ്ങളാണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇത് നല്ല ഡീപ്പായിട്ട് പഠിക്കണം കേട്ടോ, നല്ലോണം പഠിക്കണം. സിമ്പിൾ അല്ലേ? നോക്കിക്കേ, മൂവ്മെന്റ്സ് എന്ത്, സോളിഡിൽ നിന്നും ലിക്വിഡിലേക്ക് ആകുമ്പോൾ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യും? കൂടും അല്ലേ? പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടും. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. പിന്നെയോ അട്രാക്ഷൻ കുറയും, എനർജി കൂടും. ഈ ടേബിള് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ തന്നിട്ട്, അതായത് സോളിഡിൽ നിന്നും ലിക്വിഡിലേക്കാകുമ്പോൾ പദാർത്ഥങ്ങളുടെ കണികകൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? മൂവ്മെന്റ് കൂടും, അതേപോലെ തന്നെ അകലം കൂടും, അട്രാക്ഷൻ കുറയും, പിന്നെയാണോ എനർജിയും കൂടും അല്ലേ? 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. പിന്നെ നമ്മൾ പഠിച്ചതായിരുന്നു ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്തായിരുന്നു? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ തമ്മിൽ പരസ്പരം കലരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപനം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാവോ? വേഗം ചാടി പറഞ്ഞോ, കമന്റ് ഇട്ടോ, എന്നൊരു വേഗം ഉത്തരം ഇടോ. എന്തായിരുന്നു ഡിഫ്യൂഷൻ? ഒരു എക്സാമ്പിൾ പറയാവോ? ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഉച്ച സമയത്ത് ടൗണിൽ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല ബിരിയാണീന്റെ സ്മെല്ലൊക്കെ വരും അല്ലേ? ബിരിയാണീന്റെ സ്മെല്ല്, പിന്നെയോ ചില വൈകുന്നേരങ്ങളിലാണെങ്കിൽ എണ്ണക്കടീന്റെ ഒക്കെ സ്മെല്ലൊക്കെ വരും. ഇതിനൊക്കെ കാരണം എന്താണ്? ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപനമാണ്. വ്യാപനം എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ തമ്മിൽ പരസ്പരം കലരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡിഫ്യൂഷൻ. ഡിഫ്യൂഷന്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. അത് ഡിഫ്യൂഷന്റെ എക്സാമ്പിൾ ആണ് എന്തൊക്കെ? നമ്മളെ ഫ്രൂട്ട്സിന്റെ സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചൂട് ഭക്ഷണങ്ങളുടെ സ്മെല്ല്, മണം പരക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ സ്മെല്ലൊക്കെ കിട്ടുന്നത് എന്ത് പ്രോസസ്സ് അവിടെ നടക്കുന്നതുകൊണ്ടാണ്? ഡിഫ്യൂഷൻ നടക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഡിഫ്യൂഷനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഒന്നാണ് ചൂട്. ചൂട് കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷന്റെ വ്യാപനത്തിന്റെ തോതും കൂടും. വെൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ കൂടും. ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതലുള്ളത് ഏത് അവസ്ഥയിലാണ്? ഏത് ഭൗതിക അവസ്ഥയിലാണ് ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതലുള്ളത്? ഗ്യാസ് സ്റ്റേറ്റിലാണ്. ഏറ്റവും കൂടുതൽ ഗ്യാസിലാണ്. ലിക്വിഡ്സിലും എന്താണ്? ഡിഫ്യൂഷൻ ഉണ്ട്, പക്ഷെ ഗ്യാസിലാണ് ഏറ്റവും കൂടുതൽ. ഗ്യാസിനേക്കാൾ കുറവാണ് ഇതില്? ലിക്വിഡ് സ്റ്റേറ്റിൽ. ഡിഫ്യൂഷൻ ഇല്ലാത്തത് ഏത് അവസ്ഥയിലാണ്? ഏത് ഭൗതിക അവസ്ഥയിലാണ് ഡിഫ്യൂഷൻ നടക്കാൻ സാധ്യത വളരെ കുറവുള്ളത്? സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരാവസ്ഥയിൽ വ്യാപനം നടക്കുന്നത്, വ്യാപനത്തിന്റെ തോത് വളരെ കുറവാണ്. ഓക്കെ ആണല്ലോ? ദെൻ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. എന്തായിരുന്നു പ്യുവർ സബ്സ്റ്റൻസ്? മെറ്റീരിയൽസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഐഡന്റിക്കൽ നേച്ചർ, അതായത് ഒരേ സ്വഭാവമുള്ള കണികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്നും, വ്യത്യസ്ത സ്വഭാവമുള്ള കണികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയെ നമ്മൾ മിക്സ്ചേഴ്സ് എന്നും പറഞ്ഞു അല്ലേ? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഗോൾഡ്, ഡയമണ്ട്, സാൾട്ട്. പിന്നെ മിക്സ്ചേഴ്സിനോ? സുഗർ സൊല്യൂഷൻ, വാട്ടർ സൊല്യൂഷൻ, സോഡ വാട്ടർ, മഡ് വാട്ടർ അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തരിക, ഇവരെല്ലാവരും ഒന്നിച്ചു തരും. ഗോൾഡ്, അതേപോലെ തന്നെ സിൽവർ, സാൾട്ട് സൊല്യൂഷൻ എന്ന് തരും. എന്നിട്ട് പറയും ഇതിൽ നിന്ന് ഒറ്റയാനെ കണ്ടുപിടിക്കാൻ പറയും. ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയ്ക്കുള്ള ആൾ ആരാ ഇതില്? ഗോൾഡും സിൽവറും എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പിന്നെ ഒറ്റയ്ക്കുള്ള ആൾ ആരാണ്? ഈ സാൾട്ട് സൊല്യൂഷൻ ആണ് അല്ലെ? എന്താ കാരണം? സാൾട്ട് സൊല്യൂഷൻ ഒരു മിക്സ്ചർ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ അങ്ങനെ 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചതായിരുന്നു സെപ്പറേഷൻ അല്ലെ? പല വിധത്തിലുള്ള സെപ്പറേഷൻസ് നമ്മൾ വേർതിരിക്കൽ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ ഇപ്പം ഈ ടേബിളിൽ കാണുന്ന എന്താണ്? നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ചില വേർതിരിക്കലാണ് അല്ലേ? നമ്മൾ പറഞ്ഞു ചായ അരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ചായ അരിക്കാനുള്ള കാരണം എന്താണ്? ചായ നമ്മൾ അരിപ്പ് കൊണ്ടാണ് അരിക്കുന്നത് അല്ലേ? അതിനുള്ള കാരണം എന്താണ്? ചായയിൽ നിന്നും ചായച്ചണ്ടി വേർതിരിക്കാൻ നമ്മൾ അരിപ്പയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ചായച്ചണ്ടിയുടെ വലിപ്പ വ്യത്യാസം അല്ലേ? ചായപ്പൊടിയുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മൾ അരിപ്പ അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്? ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവിടെ വെള്ളം എന്താകും? ബാഷ്പീകരിച്ചു പോകും.
ഉപ്പ് എന്താകും? നിലനിൽക്കും അല്ലേ? അങ്ങനെ നമ്മൾ ഉപ്പ് വേർതിരിച്ചെടുക്കുന്നു. പിന്നെ നെല്ലിൽ നിന്നും പതിര് എങ്ങനെയാണ്? നമ്മൾ പേച്ച് കളയാണ് അല്ലേ? അതിന്റെ സൈസ് മാസിലുള്ള വ്യത്യാസത്തിൽ കൊണ്ടാണ് നമ്മൾ അവിടെ നെല്ലിൽ നിന്നും പതിര് വേർതിരിച്ച് എടുക്കുന്നത്. ഇതെന്തായാലും നിങ്ങൾക്ക് ചോദിക്കുമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ മുൻവർഷമൊക്കെ ചോദിച്ചു കണ്ടതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഇതിന് ചേരുന്നത് ഏതാണോന്ന് അതനുസരിച്ച് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? വെറുതെ 5 മാർക്കൊന്നും കൊണ്ടേ കളയരുത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സയന്റിഫിക്കൽ ആയിട്ടുള്ള സെപ്പറേഷൻസ് പഠിച്ചിരുന്നു. ഇതെന്തായിരുന്നു ഫിഗർ? ഓർമ്മയുണ്ടോ? ഇതോ ഈ കാണുന്ന ഇതാണ് ഡിസ്റ്റിലേഷൻ അല്ലേ? ഡിസ്റ്റിലേഷൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ഡിസ്റ്റിലേഷൻ എന്തിനു ഉപയോഗിക്കുന്നു എന്നായിരുന്നു പറഞ്ഞത്? ബോയിലിംഗ് പോയിന്റിൽ വലിയ വ്യത്യാസമുള്ളവയെ വേർതിരിച്ചെടുക്കാൻ, തിളനിലയിൽ വലിയ വ്യത്യാസമുള്ള മിക്സ്ചേഴ്സിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം ഉപയോഗിച്ചിരുന്നത് അല്ലേ? അതേപോലെ തന്നെ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു മിക്സർ അല്ലെങ്കിൽ ഒരു മിശ്രിതത്തിലെ ഒരെണ്ണത്തിന് ബാഷ്പീകരണ സ്വഭാവവും മറ്റൊന്നിന് ബാഷ്പീകരണ സ്വഭാവവും ഇല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള മിശ്രിതങ്ങളെ വേർതിരിച്ചെടുക്കാനും ഏതുപയോഗിക്കും? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. പിന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അംശീയ സ്വേദനം എന്തിനായിരുന്നു ഉപയോഗിക്കുന്നത്? തിളനിലയിൽ വലിയ വ്യത്യാസം ഇല്ലാത്തവയെ അല്ലെ? തിളനിലയിൽ വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അങ്ങനെയുള്ള മിശ്രിതങ്ങളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത് അല്ലെ? എക്സാമ്പിൾ ഏതാണ്? എത്തനോളും മെത്തനോളും ഉള്ള ഒരു മിക്സറിൽ നിന്നും ഇവയെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് നോക്കിക്കേ, 78 ഡിഗ്രി സെൽഷ്യസും മെത്തനോളിന്റെ 65 ഡിഗ്രി സെൽഷ്യസും. വലിയ വ്യത്യാസം ഇല്ല അല്ലേ? അങ്ങനെയുള്ള മിശ്രിതങ്ങളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നോക്കിക്കേ, ഈ ഫിഗർ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ പുള്ളിക്കാരനെ ആണെങ്കിൽ കാണാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ പുള്ളിയുണ്ട്. ഈ പുള്ളിനെ ഓർമ്മയുണ്ടോ? അറിയോ? ഈ പുള്ളിയാണ് സെപ്പറേറ്റിംഗ് ഫണൽ. എന്താണ് ഇതിന്റെ പേര്? സെപ്പറേറ്റിംഗ് ഫണൽ. അതായത് പരസ്പരം കലരാത്ത മിശ്രിതങ്ങളെ എന്ത് ചെയ്യുന്നു? വേർതിരിച്ചെടുക്കുന്ന ആളാണ് ആര്? സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റിംഗ് ഫണൽ എന്നാണ് ഈ പുള്ളിന്റെ പേര്. സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ മിശ്രിതമാണ് മിക്സർ ഓഫ് വാട്ടർ ആൻഡ് കെറോസിൻ. വെള്ളവും മണ്ണെണ്ണയും ഇവര് തമ്മിൽ കലരുവോ? കലരൂല അല്ലെ? കലരൂല. ഈ സെപ്പറേറ്റിംഗ് ഫണലിന്റെ ഈ അടിഭാഗത്ത് കാണപ്പെടുന്നത് ആരെയായിരിക്കും? വാട്ടറിനെ ആയിരിക്കും. കാരണം ഹൈ ഡെൻസിറ്റി കെറോസിൻ ആണ് മുകളിൽ ഉണ്ടാകുക അല്ലെ? അപ്പൊ നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ ആദ്യം വരുന്ന ആളാരായിരിക്കും? ജലമായിരിക്കും. ജലത്തിന്റെ മുകളിലാണ് എന്തുള്ളത്? കെറോസിൻ കിടക്കുക. അപ്പൊ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഒരു മിശ്രിതമാണ് വാട്ടറും കെറോസിനും കൂടിയുള്ളത്. അതിന് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അവര് തമ്മിൽ പരസ്പരം കലരില്ല. പിന്നെ ഈ പുള്ളിനെ അറിയോ? ഈ പുള്ളിനെ ഇടയ്ക്ക് എവിടേക്കോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുള്ളിന്റെ പേരാണ് സെൻട്രിഫ്യൂജ്. എന്ത്? സെൻട്രിഫ്യൂജ്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് നടത്തുന്ന സെപ്പറേഷനെ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയും. എന്ത്? സെൻട്രിഫ്യൂഗേഷൻ. എങ്ങനെയുള്ള മിശ്രിതത്തെയാണ് ഈ പുള്ളി വേർതിരിച്ച് തരിക നമുക്ക്? അവരുടെ ഭാരവ്യത്യാസമുള്ള മിശ്രിതങ്ങളെ തമ്മിൽ വേർതിരിച്ച് തരികയാണ് ഈ പുള്ളി ചെയ്യുന്നത്. പുള്ളിന്റെ പേരെന്താ? സെൻട്രിഫ്യൂജ്. പുള്ളി ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ പ്രോസസ്സിനെ പറയും. പുള്ളിയുടെ പേരെന്താണ്? സെൻട്രിഫ്യൂജ്. എങ്ങനെയുള്ള മിശ്രിതങ്ങളെയാ പുള്ളി വേർതിരിച്ച് തരിക? ഭാരവ്യത്യാസമുള്ള മിശ്രിതങ്ങളിൽ നിന്ന് ഓരോന്നിനെയും അതിന്റെ അടിസ്ഥാന ഘടകങ്ങളെ നമുക്ക് വേർതിരിച്ച് തരുന്ന ആളാണ് സെൻട്രിഫ്യൂജ്. ഓക്കെ ആണല്ലോ? അടുത്തതാണ് ക്രൊമാറ്റോഗ്രഫി. ഈ പ്രോസസ്സിനെ പറയുന്നത്, ഈ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതാണ് ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി ഉപയോഗിച്ച് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഒരു മിശ്രിതത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. ബ്ലഡിൽ നിന്നും പോയിസൺ ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ക്രൊമാറ്റോഗ്രഫി ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഡൈസിൽ നിന്ന് കളറൊക്കെ വേർതിരിച്ചെടുക്കുന്നതും ക്രൊമാറ്റോഗ്രഫി ഉപയോഗിച്ചിട്ട് ആണ്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ചാപ്റ്ററിൽ അപ്പൊ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ടീച്ചർ ഏകദേശം മോഡൽ വരുന്ന ക്വസ്റ്റ്യൻസും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അത് നല്ലപോലെ പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ബേസിക് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് മാറ്റർ, അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ പ്യൂർ സബ്സ്റ്റൻസിനെയും മിക്സ്ചേഴ്സിനെയും നമ്മൾ പഠിച്ചു വന്നതാ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു അല്ലെ? പ്യൂർ സബ്സ്റ്റൻസിനെയും മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും നമ്മൾ പഠിച്ചു. ഈ പ്യൂർ സബ്സ്റ്റൻസിനെ നമുക്ക്
ഫർദർ ഡീകമ്പോസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? പിന്നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതിന്റെ അടിസ്ഥാന ഘടകങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? പോട്ടെ, വാട്ടർ എന്ന് പറയുന്നതിനെ നമുക്ക് വീണ്ടും വിഘടിപ്പിക്കാൻ പറ്റുമോ? വാട്ടർ എന്ന് പറയുന്നത് H2O ആണ് അല്ലേ? വാട്ടർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. വാട്ടറിനെ നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? H2O ആണ്. അതായത് ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളും ഓക്സിജന്റെ ഒന്നും കൂടി ചേരുമ്പോഴാണ് എന്താകുന്നത്? ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത് അല്ലേ? ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് ഫർദർ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റും അല്ലേ? പിന്നെ സർ ഹംഫ്രി ഡേവിയാണ് വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് വിഘടിക്കാം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച് കണ്ടുപിടിച്ചത് ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. അതായത് ജലത്തിൽ കൂടെ വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ ഓക്സിജനായിട്ടും ഹൈഡ്രജനായിട്ടും സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് തെളിയിച്ചത് ആരാണ്? സർ ഹംഫ്രി ഡേവി. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചു ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കത്തുമ്പോൾ എന്തുണ്ടാകുന്നു? വാട്ടർ ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? സർ ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ പഠിച്ചു പ്യുവർ സബ്സ്റ്റൻസും മിക്സേഴ്സും പഠിച്ചതാണ്. പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം അല്ലെ? എലമെന്റ്സ് ആയിട്ടും കോമ്പൗണ്ട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യാം. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ്സ് ആർ ദ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് cannot be further decomposed through the chemical process. അതായത് രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് വീണ്ടും വിഘടിപ്പിക്കാൻ അല്ലെങ്കിൽ സിംപ്ലർ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത എല്ലാ പ്യുവർ സബ്സ്റ്റൻസിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? എലമെന്റ്സ് എന്ന് വിളിക്കും അല്ലെ? അതുപോലെ നമുക്ക് കെമിക്കൽ രാസപ്രവർത്തനത്തിലൂടെ അതിന്റെ അടിസ്ഥാന ഘടകങ്ങളെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയും? കോമ്പൗണ്ട്സ് എന്നും പറയും. തെറ്റിപ്പോവരുത് കേട്ടോ. ഇനി എലമെന്റ്സിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. എലമെന്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഗോൾഡ്, സിൽവർ എന്നൊക്കെ പറയുന്നത് എന്താണ്? എലമെന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെയാണ് ഈ കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ ഒന്ന് പറയാവോ? ഞാൻ പറഞ്ഞേ, എന്റെ മക്കൾക്ക് അറിയാലോ കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ. വാട്ടർ അല്ലേ? വാട്ടർ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്. വാട്ടറിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എലമെന്റുകൾ കൂടി ചേർന്നാലും എന്താകും? കോമ്പൗണ്ട് ആകും അല്ലെ? ഒന്നിലധികം എലമെന്റുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു പദാർത്ഥത്തിനെ നമ്മൾ എന്തെന്ന് പറയും? കോമ്പൗണ്ട് എന്ന് പറയും. അതല്ലേ എളുപ്പം ഒന്നും കൂടെ. ഓക്കെ. ദെൻ പിന്നെ നമ്മൾ പഠിച്ചു എലമെന്റ്സ് എന്താണെന്നും കോമ്പൗണ്ട്സ് എന്താണെന്നും നമ്മൾ പഠിച്ചത് കുറേ എലമെന്റ്സുകളെ പഠിച്ചു അല്ലെ? എലമെന്റ്സുകളുടെ പേരിടുന്നത് എങ്ങനെയാണ്? പേരിടൽ ചടങ്ങൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എങ്ങനെയായിരുന്നു? നമ്മളെയൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു പേരിട്ടുകൊണ്ടിരുന്നത്. ഇവർക്ക് എലമെന്റ്സിന് എങ്ങനെയായിരുന്നു പേരിട്ടുകൊണ്ടിരുന്നത്? അവര് ഏത് കൺട്രിയിൽ നിന്നുള്ളവരാണ് അല്ലെങ്കിൽ എവിടെയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് എലമെന്റ്സിന് പേരിട്ടിരിക്കുന്നത് അല്ലെ? അതുപോലെ കൺട്രി ഓഫ് ഒറിജിൻ, കളറിന്റെ ബേസില്, പിന്നെയോ പ്ലാനറ്റ്സിന്റെ പേര്, ലാറ്റിൻ നെയിം അനുസരിച്ചൊക്കെ പേര് കൊടുത്ത എലമെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നല്ല 3-4 ടേബിൾ ഉണ്ട് അല്ലേ? അതിന്റെ സിമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ചില എലമെന്റ്സുകൾക്ക് സിമ്പിൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും കൊടുത്തിരിക്കുക. ചിലതിനെന്താ? ആദ്യത്തതും രണ്ടാമത്തെ അക്ഷരമായിരിക്കും കൊടുത്തിരിക്കുക. ചിലതിന് എങ്ങനെയായിരുന്നു ചില എലമെന്റ്സിന് എങ്ങനെയായിരുന്നു സിമ്പിൾസ് കൊടുത്തിരിക്കുന്നത്? അവരുടെ ലാറ്റിൻ നെയിമിലെ അക്ഷരങ്ങളായിരുന്നു സിമ്പിൾസ് ആയിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അതെന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അതിൽ റൂദർഫോർഡിയത്തിനെ അല്ലെങ്കിൽ മെന്റലീവിയം എന്ന് പറയുന്ന എലമെന്റ് ഒക്കെ മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ എലമെന്റ് ആര് കണ്ടുപിടിച്ചു, അതിന്റെ സിമ്പിൾ എന്താണെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കാം. ഏതെങ്കിലും ഒരു എലമെന്റ് തന്നിട്ടുണ്ടാകും, അതിന്റെ സിമ്പിളിന്റെ കോളം ഖാലിയായിരിക്കും. എന്തിന്റെ ബേസിലാണ് അതിനെ പേര് കൊടുത്തിരിക്കുന്നതെന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടി? 3 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി അല്ലേ? എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ സിമ്പിള്, എലമെന്റിന്റെ പേര്, സിമ്പിള്, എന്തിന്റെ ബേസിലാണ് ആ പേര് കൊടുത്തിരിക്കുന്നത് എൻ്റെ മക്കൾ പഠിക്കണം. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു എലമെന്റിന്റെ ഏറ്റവും ചെറിയ കണികേനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ആ എലമെന്റിന്റെ എല്ലാ സ്വഭാവം ആർക്കുണ്ടാകും? ആറ്റത്തിനുണ്ടാകും. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കണികേനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറഞ്ഞത് അല്ലേ? ദെൻ ആറ്റംസ് എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ്. ഏറ്റവും ചെറിയ കണികേനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കണികേനെയാണ് നമ്മൾ
മോളിക്യൂൾ എന്ന് പറയുന്നത്. മോളിക്യൂൾസ് തന്നെ നമുക്ക് ഡൈ അറ്റോമിക് മോളിക്യൂൾസ്, മോണോ അറ്റോമിക് മോളിക്യൂൾസ്, അതേപോലെ തന്നെ പോളി അറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ. മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ചില മോളിക്യൂൾസിന്, ചില എലമെന്റുകളുടെ മോളിക്യൂൾസിന് ഒരു ആറ്റം മാത്രം മതി എന്തായി നിൽക്കാൻ, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ഒരു ആറ്റം മാത്രം മതി. അങ്ങനെയുള്ള എലമെന്റ്സുകളെയാണ് നമ്മൾ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? ഹീലിയം എന്ന് പറയുന്ന എലമെന്റിന് ഒരു ആറ്റം ഉണ്ടെങ്കിൽ ഹീലിയത്തിന്റെ ഒരു മോളിക്യൂളായി. അങ്ങനെയുള്ളവയാണ് നമ്മൾ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. ഡൈ അറ്റോമിക് മോളിക്യൂൾസ് പേര് തന്നെയുണ്ട്. ഡൈ അറ്റോമിക് മോളിക്യൂൾസ് എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഏതായിരിക്കും എക്സാമ്പിൾ? H2, O2 ഒക്കെയാണ് ഡൈ അറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിൾ. അതായത് ഇവർ സ്വതന്ത്രമായിട്ട് ഒരു മോളിക്യൂൾ ആയിട്ട് നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഹൈഡ്രജന്റെ 2 ആറ്റംസ് വേണം, ഓക്സിജന്റെയോ 2 ആറ്റംസ് വേണം. പിന്നെയോ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്തായിരിക്കും? അപ്പോൾ 1ഉം 2ഉം നമ്മൾ പറഞ്ഞു. 2ൽ കൂടുതൽ ആറ്റംസ് വേണ്ട മോളിക്യൂൾസിനെയാണ്, 2ൽ കൂടുതൽ ആറ്റംസ് ഉള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. മോളിക്യൂൾസിന്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതേപോലെ തന്നെ ആറ്റംസിന്റെ എണ്ണം എവിടെയാണ് രേഖപ്പെടുത്തുന്നത് എന്നൊക്കെ ടെക്സ്റ്റിൽ നല്ല ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മക്കൾ നോക്കിയിട്ട് പഠിച്ചിട്ട് പോകണം. അതുപോലെ നിങ്ങൾക്ക് മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻ തരും. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, മോളിക്യൂൾസിനെ പറ്റിയോ അല്ലെങ്കിൽ ആറ്റത്തിനെ പറ്റിയോ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ ഏതാണ് ശരിയായത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിരിക്കും വരിക. അപ്പോൾ അത് തെറ്റിക്കാതെ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് കോമ്പൗണ്ട്സ് ആണ്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒന്നിലധികം എലമെന്റുകൾ കൂടി ചേർന്നതാണ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ ഒരു മോളിക്യൂൾ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിന്റെ ഒരു മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? കാർബന്റെ 1ഉം ഓക്സിജന്റെ 2 ആറ്റംസും ഉണ്ട്. അങ്ങനെ കാർബന്റെ 1ഉം ഓക്സിജന്റെ 2 ആറ്റം കൂടി ചേരുമ്പോഴാണ് എന്താകുന്നത്? കാർബൺ ഡയോക്സൈഡിന്റെ ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ എന്തായിരിക്കും? ഹൈഡ്രജനും ക്ലോറൈഡും ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടായിരിക്കും വരിക. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് തരും, ഏതൊക്കെ ആറ്റംസ് ആണ് ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾ എടുത്തെഴുതണം. അതേപോലെ തന്നെ വാട്ടറിനെ തെറ്റിച്ച എല്ലാത്തിനോട്ടും കിട്ടും നല്ല അടി. എന്താണ്? വാട്ടറിൽ ആരൊക്കെ ഉണ്ടാവും? ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജനും എന്തും കൂടി ചേരുമ്പോഴാണ് എന്താകുന്നത്? ഒരു മോളിക്യൂൾ വാട്ടർ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എൻ്റെ മക്കൾ അതും പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ കെമിക്കൽ ഫോർമുല എന്തായിരിക്കും? കെമിക്കൽ ഫോർമുല നമ്മളിപ്പോൾ ടീച്ചർ ഇപ്പോൾ അവിടെ കാർബൺ ഡയോക്സൈഡിനെ CO2 എന്ന് എഴുതി, സിമ്പിൾസ് വെച്ചിട്ട് എഴുതിയില്ലേ? CO2, അതേപോലെ തന്നെ വാട്ടറിനെ H2O എന്നൊക്കെ എഴുതി. അങ്ങനെ നമ്മൾ സിമ്പിൾസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ദെൻ ഇതാണ് മോളിക്യൂൾസ്. ഇത് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും. കാരണം എന്താണ്? എത്ര ആറ്റംസ് ഉണ്ടെന്നും നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രാവശ്യവും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മോളിക്യൂൾസിന്റെ എണ്ണവും ആറ്റംസിന്റെ എണ്ണവും കണ്ടുപിടിക്കുന്നതെന്നുള്ളത് പഠിച്ചു വെക്കുക. എന്നിട്ട് തെറ്റിക്കാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അടുത്താണ് കെമിക്കൽ ഇക്വേഷൻ. നമ്മൾ കെമിക്കൽ റിയാക്ഷനെ കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നതാണ് കെമിക്കൽ ഇക്വേഷൻ. ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനെയാണ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. കെമിക്കൽ ഇക്വേഷന്റെ പ്രത്യേകത എന്താണ്? ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ആകണമെങ്കിൽ എന്ത് വേണം? പ്രൊഡക്റ്റ് സൈഡിലും റിയാക്റ്റന്റ് സൈഡിലും ആറ്റങ്ങളുടെ എണ്ണം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. പ്രൊഡക്റ്റ് സൈഡിലും റിയാക്റ്റന്റ് സൈഡിലും ആറ്റങ്ങളുടെ എണ്ണം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ നോക്കാം. ഈ കെമിക്കൽ ഇക്വേഷനിൽ സിംഗിൾ നമ്മൾ പറഞ്ഞു, ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റിയാക്റ്റന്റ് സൈഡ്, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എന്ത്? പ്രൊഡക്റ്റ് സൈഡ്. ദെൻ ഇവിടെ റിയാക്റ്റന്റ് സൈഡിൽ സിങ്ക് എത്ര ഉണ്ട്? 1. ഹൈഡ്രജനോ? ഹൈഡ്രജൻ 2 ഉണ്ട് അല്ലേ? ഹൈഡ്രജന്റെ മുന്നിൽ ഒരു 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ H 2 ഉണ്ട്. Cl എത്ര ഉണ്ട്? ഈ 2 Cl-നും ബാധകമാണ്. അതുകൊണ്ട് തന്നെ Cl-ഉം 2 ഉണ്ട്. ഇനി പ്രൊഡക്റ്റ് സൈഡിൽ ഇതെല്ലാം തുല്യമാണോ നോക്കണ്ടേ? പ്രൊഡക്റ്റ് സൈഡിൽ സിങ്ക് എത്ര ഉണ്ട്? സിങ്ക് 1 ഉള്ളൂ അല്ലേ? സിങ്ക് 1. ക്ലോറിൻ 2 ഇല്ലേ? Cl-ന്റെ അടിയിൽ ഒരു 2, അപ്പൊ Cl-ഉം 2 ഉണ്ട്.
ഇപ്പുറത്ത് H2O H2ഉം 2ഉം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ എന്താണ്? ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ് ബാലൻസ്ഡ് ആകുന്നതെന്നും അല്ലെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്നും പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഫോമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. ക്ലാസിഫൈ ദ ഗിവൺ മോളിക്യൂൾസ് ആസ് മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, പോളി അറ്റോമിക്. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. ആൻസേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ മക്കളൊന്ന് കമന്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.